പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വചനം യേശു പിതാവിലേക്കുള്ള വഴി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ഭക്തിയോടെ വചനം ശ്രവിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഹല്ലേലൂയ, ആമേൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുന്നത് നമ്മൾ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ടതാണ്, അസ്വസ്ഥരാകേണ്ട എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, യേശുവിലും വിശ്വസിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ യേശു നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പിതാവിന്റെ അടുത്ത് പോയിരിക്കുന്നു. നമുക്ക് യേശുവിന്റെയും പിതാവിന്റെയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ യേശു സ്ഥലമൊരുക്കാൻ പോയിരിക്കുവാണ്. അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്നാണ് വിശുദ്ധ വചനം നമ്മളോട് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ യേശു അങ്ങനെ പറയില്ലായിരുന്നു. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ യേശു പോയിരിക്കുവാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രത്യാശയോടെ യേശു തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യാം. പിന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിതാവിൽ പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചാലും പിതാവ് സാധിച്ചു തരുമെന്നാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ടത് ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കണം, യേശു സാധിച്ചു തരിക തന്നെ ചെയ്യും. പക്ഷെ അതിലുപരി നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഭൗതിക ആവശ്യങ്ങളും ചോദിക്കേണ്ടി വരത്തില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കൂടുതലായി നമ്മൾ ദാഹത്തോടെ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ ദൈവത്തോട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സഹായം ഉണ്ടാകുകയും എല്ലാവിധ ആപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.